ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്നത്തെ സ്പെഷ്യൽ ഒരു എരിശ്ശേരിയാണ്. അതിൽ പ്രധാനമായിട്ട് ഉരുളക്കിഴങ്ങ്, വൻപയർ, പിന്നെ പപ്പായ ഇത്രയൊക്കെ ചേർത്തിരിക്കുന്നത്. ആദ്യം വൻപയർ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി വേപ്പിലയിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു വിസലിൽ. പിന്നെ പപ്പായ ചെറുതായിട്ട് അരിഞ്ഞത് 2 ഒരു ഉരുളക്കിഴങ്ങ്, അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും പച്ചമുളകിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഈ വൻപയർ ഒരു വിസലിൽ വെന്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ പപ്പായ രണ്ടാമത് അതിലേക്കിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. പപ്പായ പെട്ടെന്ന് വേവുമല്ലോ, അപ്പോൾ അത് തുറന്നിട്ട് വേവിക്കാം. ഞാൻ തുറന്നിട്ടല്ല വേവിച്ചത്, പെട്ടെന്ന് ജോലി എളുപ്പത്തിലാകാൻ ഒരു വിസലിലും കൂടി വേവിച്ചു. എന്നിട്ട് അത് കുറച്ച് ഞാനെടുത്ത് മാറ്റി വയ്ക്കുന്നത് വേറെ ഏതെങ്കിലും ദിവസം വേണമെങ്കിൽ നമുക്കതിനെ എന്താ പറയുക, ഉപ്പേരി പോലെ ഉണ്ടാക്കാം. വെളുത്തുള്ളി മുളകൊക്കെ ഇട്ട് ചതച്ച് ഉപ്പേരി ഉണ്ടാക്കുമല്ലോ. അപ്പോൾ തണുത്ത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് അടുത്തൊരു ദിവസം കറിയായല്ലോ. പിന്നെ വേറെ എന്തെങ്കിലും സൈഡായിട്ട് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഇതിലേക്കുള്ള അരപ്പ് തേങ്ങയും അല്പം ജീരകവും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് അരച്ച് ചേർത്തിരിക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ ഇത്തിരി വേപ്പില ഇടാം കേട്ടോ. എനിക്ക് വേപ്പില ഇവിടെ കിട്ടിയതുകൊണ്ട് ഞാൻ വേപ്പില ഇട്ടിട്ടുണ്ട് അരയ്ക്കാനായിട്ട്. എന്നിട്ട് അതൊന്ന് നന്നായി തിളച്ച് വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ച് താളിച്ച് അതിലേക്ക് ഇടാം. എണ്ണ ചൂടായി, കടുക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ളത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത്തിരി മഞ്ഞൾപ്പൊടി, ചതച്ച മുളക് പൊടി, പിന്നെ ഇത്തിരി വേപ്പില കേട്ടോ, കറിവേപ്പില. വലിയ മുളകുള്ളവർക്ക് ഉണക്കമുളകുണ്ടല്ലോ അതിടാം. അല്ലെങ്കിൽ ഈ ചതച്ച ഉണക്കമുളക് ചതച്ച പൊടി ഉണ്ടല്ലോ, ചതച്ചത്, അത് നന്നായിരിക്കും കേട്ടോ. അത് താളിച്ച് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി പാകത്തിനായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വറുത്ത മീനോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ എന്ത് കറി ഉണ്ടെങ്കിലും സൈഡായിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉരുളക്കിഴങ്ങും കൂടിയും ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റും കൊഴുപ്പൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ചേനയും കായൊക്കെ നമ്മൾ ചേർക്കാറുണ്ട്, പക്ഷേ ഉരുളക്കിഴങ്ങ് അധികം ആരും ചേർക്കാറില്ലല്ലോ. ഉരുളക്കിഴങ്ങ് ഇട്ടൊന്ന് വെച്ച് നോക്കണം കേട്ടോ. രുചിയുണ്ട്. അഭിപ്രായം പറയണം, കമൻ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.